മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒക്കെ ശഅബാൻ മാസത്തെ സ്വീകരിച്ചിരുന്നത് റമളാൻ മാസത്തിലേക്ക് എല്ലാ നിലക്കും ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ, ഒരു കാര്യം നല്ല നിലക്ക് വിചാരിച്ച പോലെ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒരുക്കം ആവശ്യമാണല്ലോ. നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നവരുമാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നു എന്ന് പറയുമ്പോൾ കല്യാണത്തിന്റെ തലേന്നല്ലല്ലോ ആരൊക്കെയാണ് വിളിക്കേണ്ടത്, എന്ത് വിഭവമാണ് നമ്മൾ ഒരുക്കേണ്ടത്, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന അന്നത്തെ ദിവസമല്ല, മറിച്ച് എത്രയോ ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ അതിന്റെ പ്ലാനിങ് തുടങ്ങും. നമ്മളൊരു വീട് വെക്കുന്നു, അന്നത്തെ ഒരു ദിവസമാണ് നമ്മൾ പോവുക അല്ല, അതിന്റെ എത്രയോ മുൻപ് നമ്മൾ പ്ലാനിങ് തുടങ്ങും. എന്നത് ഇതിനേക്കാൾ വളരെ ഗൗരവത്തിൽ വിശുദ്ധ റമളാൻ എന്ന അതിഥിയെ സ്വീകരിക്കുന്നതിന്റെ പ്ലാനിങ്ങുകളും മറ്റുമൊക്കെ ഒരു മാസം മുമ്പ് തന്നെ നമ്മുടെ മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഅബാൻ എങ്ങനെയായിരുന്നു എന്ന് അവിടുത്തെ ചൂടുമറിയുന്ന നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. كان رسول الله صلى الله عليه وسلم يصوم حتى نقول لا يفطر ويفطر حتى نقول لا يصوم وما رأيت رسول الله صلى الله عليه وسلم استقبل صيام شهر قط إلا رمضان وما رأيته أكثر صياما منه في شعبان. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഅബാനെ കുറിച്ച് ഉമ്മ പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഒരു മാസം പരിപൂർണമായി കൊണ്ട് നോമ്പ് നോറ്റതായിക്കൊണ്ട് ഞങ്ങൾ കണ്ടത് റമളാനിലായിരുന്നു. എന്നാൽ റമളാൻ ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള മാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ് ഒരുങ്ങി തയ്യാറായിരുന്ന മാസം അത് ശഅബാൻ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. പ്രവാചകന്റെ ഈ അതിശക്തമായ നോമ്പ് നോൽക്കുന്ന ഏർപ്പാട് കണ്ടപ്പോൾ മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ലം അറക തസൂമു മിൻ ശഹരിൻ മിന ശുഹൂരി മാ തസൂമു മിന ശഅബാന. പ്രവാചകരെ, ശഅബാൻ മാസം വരുമ്പോൾ താങ്കൾ നോമ്പ് നോൽക്കുന്നതിനേക്കാൾ ഏറെ ശ്രദ്ധ മറ്റൊരു മാസത്തിന് നോമ്പ് നോൽക്കാൻ ഞാൻ താങ്കളെ കണ്ടിട്ടില്ല എന്നാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ? ദാലിക ശഹ്റുൻ യഗ്ഫലു നാസു അൻഹു. ആ ഒരു മാസത്തിന്റെ പ്രത്യേകത പൊതുവെ ആളുകൾ അശ്രദ്ധയിലാകുന്ന മാസമാണ്. അത് വലിയൊരു പോയിന്റാണ്. ആളുകൾ പൊതുവെ ജനങ്ങൾ പൊതുവെ അശ്രദ്ധയിലായി പോകുന്ന മാസം. കാരണം എന്താ? തൊട്ട് മുമ്പുള്ള മാസം റജബാണ്. റജബിൽ പവിത്രതയുണ്ട്, പവിത്രമാക്കപ്പെട്ട മാസം എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കും. ഇനി റമളാനാണല്ലോ വരാനുള്ളത്, അപ്പൊ ആക്കാം എന്ന് പറഞ്ഞ് പലതും ആരാധനകളിൽ നിന്നും പലപ്പോഴും മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ അത് റമളാനിലേക്ക് ആക്കാം എന്ന് മാറ്റിത്തിരുത്തുകയോ ചെയ്യുന്ന ഒരു സമയമാണ്. ഇതിന്റെ ഇടയിലുള്ള മാസം പ്രത്യേകം പുണ്യൊന്നും കൽപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന നിലക്ക് ആളുകൾ എന്താകും? അതിന് തൊട്ട് അശ്രദ്ധരാകും, ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന ഒരു ടെൻഡൻസി കൂടുതലായി കൊണ്ടുവരും. അപ്പൊ ജനങ്ങൾ പൊതുവെ അശ്രദ്ധയിലാകുന്ന സമയം, സന്ദർഭം ഏതാണോ അവിടെ നമ്മളൊന്ന് ശരിക്കൊന്ന് ഉയർത്തെഴുന്നേറ്റ് ഇബാദത്തിലേക്ക് സജീവമാകുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ കൂലി കിട്ടുമെന്നതാണ് ഇസ്ലാമിന്റെ ബേസിക് കൺസെപ്റ്റ്, ഒരു അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം സുന്നത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൂലി നിശ്ചയിക്കപ്പെട്ട നമസ്കാരം ഏതാ? നമുക്കറിയാം, രാത്രി നമസ്കാരമാണ് അല്ലെ. അഫ്ളു സ്വലാത്തി ബഅദൽ മഫ്റൂളത്തി സ്വലാത്തുൻ ഫീ ജൗഫിൽ ലൈൽ. സ്വർഗം വേണോ നിനക്ക്? രാത്രി നമസ്കരിക്കണം. വന്നാസു നിയാം. ജനങ്ങളൊക്കെ പൊതുവെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീ എണീറ്റ് അള്ളാഹുവിനോട് ചോദിക്കുന്നുവെങ്കിൽ അതിന് ബാക്കിയുള്ള സുന്നത്തുകളെ പോലെയല്ല, ഒരല്പം കൂടുതൽ പ്രതിഫലം കിട്ടുമെന്നാണ്. ഏത് കാര്യങ്ങളും അങ്ങനെയാണ്. സുബഹിന്റെ മുമ്പ് 2 റക്അത്തിന് സുഹൃത്തുക്കളെ, എന്തിനൊണ്ടാണ് ബാക്കിയുള്ള റവാത്തി നമസ്കാരത്തേക്കാൾ ഏറെ കൂലി കിട്ടുന്ന കാര്യം? ദുഹറിന് മുൻപ് 4 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ ലോലമായി വളരെ സിമ്പിളായി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് സുബഹിന്റെ മുമ്പ് 2 റക്അത്ത്. പക്ഷെ ആ 4 നിസ്കരിച്ചതിനേക്കാൾ കൂലി 2 റക്അത്തിനാണ്. എന്തേ? ദുഹറിന് മുൻപ് 4 ഒരുപക്ഷെ നിർവഹിക്കാൻ പൊതുവെ എല്ലാവർക്കും കഴിയും, അതിന് വലിയ റിസ്ക് ഒന്നുമില്ല. മഗ്രിബാണെങ്കിൽ പറയും വേണ്ട, വലിയ റിസ്ക് ഇല്ല. പക്ഷെ സുബഹി ആളുകൾ അശ്രദ്ധയിലാകുന്ന സമയത്ത് എനിക്കതിന്റെ കൂലി കിട്ടിയേ പറ്റൂ എന്നൊരാൾ തീരുമാനിക്കുമ്പോൾ സഹോദര, അവൻക്ക് പ്രതിഫലം കൂടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു. ഫിത്നകൾ അധികരിപ്പിക്കുന്ന സമയം, ആളുകളൊക്കെ ദീനിൽ നിന്നും ഒന്നൊന്നായി ഒഴിഞ്ഞ് അപരിചിതമാകുന്ന അവസ്ഥയിലേക്ക് ദീൻ മാറുമെന്ന അല്ലെ. നിസ്കരിക്കണ കാണുക, പിന്നെ മതമൂല്യങ്ങള് ശരിക്കും കൊണ്ടു നടക്കുമ്പോ ആളുകളൊക്കെ പ്രാകൃതനായിക്കൊണ്ട് വിലയിരുത്തുന്ന കാലഘട്ടത്തിലൂടെ പോകുമ്പോ അതൊന്നും വകവെക്കാതെ ശരിക്കും ഫിത്നയുടെ കാലഘട്ടത്തിലും ദീനിനെ മുറുകെ പിടിക്കുന്നവനെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റതി ഇലയ്യ. പ്രതിസന്ധിയും
ഫിത്തനകളും ഒക്കെ അധികരിക്കുന്ന സമയത്തും ഒരു മനുഷ്യൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ കൂലി എന്നിലേക്ക് ഹിജറ വന്നവനെ പോലെയാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടെങ്കിൽ സുബഹിക്കും അസറിനും ബാക്കിയുള്ള നിസ്കാരത്തെക്കാൾ ഏറെ കൂലി സ്വർഗം കിട്ടിയിരിക്കും എന്ന് വളരെ ഗൗരവത്തിൽ ഇസ്ലാം പഠിപ്പിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? അതൊന്നും ചെയ്യാൻ പൊതുവെ ആളുകൾക്ക് കഴിയാറില്ല എന്നതാണ്. അതുകൊണ്ട് പൊതുവെ ആളുകൾ അശ്രദ്ധമായി പോകുന്ന ഏത് സമയത്ത് നമ്മളൊന്ന് ഇബാദത്തിന് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂലി കൂടുമെന്നാണ്. അപ്പൊ കൂടുതൽ കൂലി കിട്ടാൻ ഈ ഒരു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? ഒരു വർഷത്തിലെ മുഴുവൻ നമ്മുടെ സൽക്കർമ്മങ്ങളും അള്ളാഹു പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സമയമാണ് പിന്നെ ശഅബാൻ മാസം എന്ന് പറയുന്നത്. എല്ലാ ദിവസത്തിലും നടക്കുന്നുണ്ട്. രാവിലെ പിന്നെ രാത്രി ആകുന്നതിന് മുൻപ് രാവിലെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ആഴ്ച 2 ദിവസം നടക്കുന്നുണ്ട്, തിങ്കളും അതേപോലെ തന്നെ വ്യാഴവും, അല്ലെ? വർഷത്തിലൊരിക്കൽ നടക്കുന്ന സംഗതിയെ കുറിച്ചാണ് ഈ പറയുന്നത്. വർഷത്തിലൊരിക്കൽ ഈ മാസം വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കയറി പോകുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. തുർഫഉ ഫീഹി അഅ്മാലുൽ ഇബാദി, അടിമകളുടെ സൽക്രമങ്ങൾ റഹ്മാനായ റബ്ബിലേക്ക് കയറിപ്പോകുന്നു. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ കർമ്മങ്ങൾ റബ്ബ് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഞാനൊരു നോമ്പുകാരനാകാനാണ് ഞാൻ ആഗ്രഹം. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? കാരണം ഏത് കർമ്മങ്ങളുടെ കൂടെ നോമ്പുണ്ടോ ആ കർമ്മങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കും. നോമ്പുകാരനായ ഒരു നിസ്കാരം നോമ്പുകാരനല്ലാത്ത നിസ്കാരം നല്ല വ്യത്യാസം. നോമ്പ് കൂടെ എടുത്തിട്ട് ഒരു കാര്യം നിർവഹിക്കുന്നതും നോമ്പ് എടുക്കാതെ മറ്റൊരു കാര്യം നിർവഹിക്കുന്ന നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിന് അത്രയേറെ മുൻഗണന കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞത് എന്താണെന്നറിയോ? ശാരീരികവും മാനസികവുമായ നല്ലൊരു മുന്നൊരുക്കത്തിനാണെന്ന്. ഈ മാസത്തെ അള്ളാഹ് പണ്ഡിതന്മാർ കണക്കാക്കിയത് റവാത്തിബ് നമസ്കാരങ്ങളെ പോലെയാണ്. എന്താ റവാത്തിബ് നമസ്കാരത്തിന്റെ പ്രത്യേകത? ഫർളുകളിൽ വന്ന ന്യൂനതകൾക്കുള്ള പരിഹാരമാണ് റവാത്തിബ്, അല്ലെ? ഇപ്പൊ നമ്മള് പിന്നെ ഫർള് നമസ്കാരം ഇങ്ങനെ നിർവഹിക്കുകയാണ്, എന്തെല്ലാം ന്യൂനതകൾ ഉണ്ടാവും. ഇന്ത്യയും കിടക്കുന്ന നമസ്കാരത്തിൽ എന്തെല്ലാം ന്യൂനതകൾ ഉണ്ടാവും, അല്ലെ? നാളെ ആദ്യമായിക്കൊണ്ട് നമ്മുടെ നമസ്കാരത്തെയാണ് വിചാരണക്കെടുക്കുക. വിചാരണക്കെടുക്കുമ്പോൾ നമ്മുടെ ഫർളുകൾ മാത്രം പൊളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ ന്യൂനതകളുടെ കൂമ്പാരമായിരിക്കും. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. പക്ഷെ അള്ളാഹ് നമുക്ക് തന്നൊരു ഓഫർ എന്താണെന്നറിയോ? ആ സമയത്ത് ന്യൂനതകൾ കാണുമ്പോൾ മലക്കുകളോട് പറയുമെന്നാണ്, ഈ മനുഷ്യർക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അതിങ്ങോട്ട് കൊണ്ടുപോവാ, എന്നിട്ടോ ഈ ന്യൂനതകൾ അതുകൂടെ പരിഹരിക്കപ്പെടുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് നിസ്കാരത്തെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ആ ഹദീസിന്റെ ബാക്കി നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ഫറലായ നോമ്പുകൾക്കുള്ള വന്നുപോയ വീഴ്ചകൾക്കുള്ള പരിഹാരമാണ് അതിന് തൊട്ട് മുൻപും ശേഷമുള്ള പിന്നെ നോമ്പുകൾ എന്ന് പറയുന്നത്. ശവ്വാൽ മാസം 6 നോമ്പിനെ കുറിച്ച് നമ്മൾ പറയൂലേ, ഇതിനുള്ള പരിഹാരമാണെന്ന്. അതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ അതിന് തൊട്ട് മുമ്പുള്ളത്. അപ്പൊ ഒരു നിർബന്ധമായ കർമ്മത്തിന് അപ്പുറവും ഇപ്പുറവും ചേർന്ന് നിൽക്കുന്ന നോമ്പുകൾ അതിനുള്ള പരിഹാരമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മാത്രമല്ല നമ്മൾ റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു നോമ്പ് മാത്രമാണോ ചെയ്യാ? അല്ല, ബാക്കിയുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ് നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷെ അതിലൊക്കെ വരുന്ന എല്ലാ പോരായ്മകളും സുഹൃത്തുക്കൾ അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അങ്ങനെ റമദാനിലെ ഞാൻ നിർവഹിക്കാൻ തീരുമാനിച്ച ഒരു കർമ്മത്തിലും യാതൊരുവിധ ഫാൾട്ടും പരലോകത്തെത്തുമ്പോൾ ഇല്ലാതിരിക്കാൻ ഞാൻ ഈ മാസത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ ഈ മാസത്തെ വിളിച്ചൊരു വേറൊരു പേരെന്താണെന്നറിയോ സുഹൃത്തുക്കളെ? ഷഹ്റുൽ ഖുർആ. ഷഹ്റുൽ ഖുർആ, വായനക്കാരുടെ അഥവാ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസം എന്നാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസം. റമദാനിനെ കുറിച്ചല്ല പറഞ്ഞത്, റമദാൻ തൊട്ട് മുൻപുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ എന്താക്കണം? ഈ മാസത്തിൽ തന്നെ വിശുദ്ധ ഖുർആനുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെന്റ് വരണം. സാധാരണഗതിയിൽ ഈ റമദാനിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പിന്നെ തുടക്കത്തിൽ ആവേശം ഉണ്ടാവും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, തുടക്കത്തിൽ ആവേശം ഉണ്ടാവും. ആദ്യത്തെ ഒരു ദിവസം ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഒരു 5-6 ദിവസം കഴിഞ്ഞ് അതിങ്ങനെ കുറവാകും. പിന്നെ ഇങ്ങനെ അവസാന 10 ആകുമ്പോഴേക്കും നല്ല ഗണ്യമായ കുറവ് എല്ലാ ഏരിയകളും നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ ഒരു ദിവസം വളരെ ആവേശത്തോടു കൂടെ ഖുർആൻ പാരായണമൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടാവും. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് ഇട്ടുവിടുകയാണ്. ഒരു തവണ പോലും ഖത്തം തീർക്കാനുള്ള തൗഫീക്ക് ലഭിക്കപ്പെടാതെ പോകുന്ന എത്രയോ വരുന്ന മനുഷ്യന്മാർ.
അതെന്താണെന്നറിയോ? അത് നമുക്ക് ശീലമാകാത്തത് കൊണ്ടാണ്. ഇപ്പൊ ചില ആളുകൾ, നമ്മുടെ മുൻഗാമികളൊക്കെ റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ 2 തവണക്ക് ഖത്തം തീർത്തിരുന്നു. പിന്നെ 3 ദിവസമാകുമ്പോഴേക്കും ഖത്തം തീർത്തിരുന്നു. ചുരുങ്ങിയതാ പറയണത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ മാക്സിമം കഴിഞ്ഞാൽ 3 ദിവസത്തിന്റെ ഉള്ളിൽ തീർക്കാൻ പാടില്ല എന്നാ പറയാം. 3 ദിവസം വരെ മാറ്റിവെക്കണം. അതിന് അപ്പുറത്ത് തീർക്കാൻ ലൈസൻസ് കൊടുക്കുമായിരുന്നില്ല, ചെയ്യുമായിരുന്നു. പക്ഷെ റമദാനിൽ അങ്ങനത്തെ ഒരു പരിധി വെച്ചിട്ടില്ല. അവരെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് അത്ഭുതം തോന്നിയേക്കാം. ഈ അടുത്ത് ഷെയ്ഖ് ഒരു ദർസിൽ പറഞ്ഞു, പിന്നെ ഇത് ഞാൻ ആദ്യം കേട്ടപ്പോൾ എനിക്കൊരു അത്ഭുതം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു ദിവസം 2 തവണ ഒക്കെ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുക? ഇപ്പോൾ എനിക്കത് മനസ്സിലായത്. എന്താ ഇപ്പോൾ മനസ്സിലാക്കാനുള്ള കാരണം? ഇപ്പൊ നമ്മുടെ കൈകളിൽ മൊബൈലുകൾ വന്നപ്പോൾ നമ്മുടെ സ്ക്രീൻ ടൈം മാത്രം നോക്കിയാൽ മതി. 8, 9 മണിക്കൂറൊക്കെ ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ എല്ലാവിധ ആസ്വാദനങ്ങളും സ്ക്രീനിലേക്ക് ചുരുങ്ങിയപ്പോൾ ആസ്വാദന തലം കണ്ടെത്തുന്നിടത്ത് സമയം ചെലവഴിക്കാൻ നമുക്ക് കഴിയും, ഒരു മനുഷ്യർക്ക് കഴിയുമെന്നത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ മുൻഗാമികളുടെ ആസ്വാദനം ഖുർആനിന്റെ വരികളിലായിരുന്നു. മുൻഗാമികളുടെ ആ ഒരു താല്പര്യം വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകളിലായിരുന്നു. അതിന്റെ പാരായണത്തിലും അതിന്റെ പഠനത്തിലും അതിനെക്കുറിച്ചുള്ള ചിന്തയിലും ജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കലിലും റഹ്മാനായ റബ്ബേ ഒരുപാട് തിരിച്ചാനുണ്ടല്ലോ എന്ന ചിന്ത കൈവരിക്കുന്നതിലും അതിന് ഇനി എങ്ങനെ മാറ്റി തിരുത്താമെന്ന് പ്ലാനിങ് ചെയ്യുന്നതിലുമായിരുന്നു ജീവിതത്തിലുടനീളം അവരുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് പാരായണം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നതാണ്. അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ റമദാൻ 1-ാമത്തെ ദിവസം തുടങ്ങിയ സംഗതിയൊന്നല്ല. അതിങ്ങനെ പ്രാക്ടീസ് അവിടെ എത്തിയതാണ്. നോർമൽ ലൈഫിൽ അവർക്കതുണ്ട്. റമദാൻ തൊട്ട് മുമ്പത്തെ മാസം വരുമ്പോൾ ഒന്നും കൂടെ അവർ അതിന്റെ കനം കൂട്ടിയിരുന്നു എന്നതാണ്. ധാരാളക്കണക്കിന് പാരായണം ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തീരുമാനിക്കുക, ഇൻഷാ അല്ലാഹ് നമ്മൾ റമദാൻ മാസം വന്നെത്തിയാൽ എന്തൊക്കെ ചെയ്യുമെന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതിന്റെ എല്ലാം ഒരു മിനി വേർഷൻ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്ത് തുടങ്ങാനുള്ള സമയം ആയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വിശുദ്ധ റമദാനിന് തൊട്ട് മുൻപുള്ള ശഅബാൻ മാസത്തെ എങ്ങനെ നോക്കിക്കണ്ടുവോ അതിന് തുടക്കം മുതൽ ഇൻഷാ അല്ലാഹ് ഒടുക്കം വരെ നമുക്കും ആ ഒരു ചര്യയിലൂടെ പോകാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ശഅബാൻ മാസത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഴുവൻ അടിയാന്മാർക്കും പുറത്തു കൊടുക്കുന്ന ഒരു ദിവസം അതിലുണ്ട് എന്നതാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. യത്തലിഉ അല്ലാഹു ഇലാ ജമീഇ ഖൽഖിഹി ലൈലത്തൻ നിസ്ഫി മിന ശഅബാൻ. ശഅബാൻ മാസത്തിന്റെ പകുതിയാകുമ്പോൾ അഥവാ 15ന്റെ തലേന്ന് ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാന്മാരിലേക്ക് എത്തി നോക്കുമെന്നാണ്. ശഅബാൻ 15ന്റെ രാത്രിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹു അവന്റെ അടിയാന്മാരിലേക്ക് എത്തി നോക്കുന്നു. എന്തിനെത്തുന്നു? ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, അവന്റെ എല്ലാ അടിമകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. 2 വിഭാഗത്തെ മാറ്റി വെച്ചു. അവർക്ക് പുറത്തു കൊടുക്കൂല. ഒന്നാമത് വിഭാഗാരാന്നറിയാം, ലിമുശ്രിക്കിൻ, അല്ലാഹുവിൽ പങ്കു ചേർത്ത ആൾക്കാർ. അല്ലാഹുക്ക് കൊടുക്കേണ്ട ഹക്കിൽ എന്തെങ്കിലും ഒന്ന് മറ്റു ആളുകൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നബിയോടാകട്ടെ സ്വാലിഹീങ്ങളോടാകട്ടെ ആരോടാകട്ടെ, തങ്ങന്മാർക്കാകട്ടെ ബീവിമാർക്കാകട്ടെ എവിടെയും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടെങ്കിൽ, അവന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മറ്റൊരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹ്ക്ക് കൊടുക്കേണ്ട വിഭാഗത്തിൽ ഏതെങ്കിലും ആവശ്യം മറ്റാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തെ മാറണം എന്നുള്ളത് സൂചിപ്പിക്കണം. ഇത്ര വലിയ ഓഫർ കിട്ടിയിട്ട് എല്ലാ കർമ്മങ്ങളും റഹ്മാനായ റബ്ബിലേക്ക് എല്ലാ ദിവസവും കയറിപ്പോയി വിചാരണകൾ നടന്ന് അവിടെ തന്നെ ആ നിലക്കുള്ള റഹ്മാനായ റബ്ബ് നമ്മളെ കുറിച്ച് തൃപ്തിപ്പെട്ട് പകുതിയാകുമ്പോൾ എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ നമ്മുടെ ചില അശ്രദ്ധകൾ കാരണം, പഠിക്കാനുള്ള മനസ്സ് കാണിക്കാത്തതിന്റെ കാരണം, പാരമ്പര്യത്തിന്റെ ഊക്ക് പറഞ്ഞത് കാരണം, ഞങ്ങളാണ് കൂടുതലെന്ന വീമ്പിളക്കിയത് കാരണം പല ആളുകളും ഇന്നും നഊദു ബില്ലാഹ് ശിർക്കൻ ആശയങ്ങളിലാണുള്ളത്. പഠിച്ചോളും സുഹൃത്തുക്കളെ, അവനവന്റെ ഖബർ ആലോചിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒത്തി നിൽക്കുന്ന വിശ്വാസം അതിൽ വല്ല ശിർക്കും വന്നിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി തട്ടിച്ചു നോക്കിക്കളയും. രണ്ടാമത്തെമാരാണെന്നറിയോ? ഔ മശാഹിൻ, അഥവാ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളാണ്. അകാരണമായി പിണങ്ങി നിൽക്കുന്ന ആളുകളാണ്. തെറ്റി തമ്മിലടിച്ചു നിൽക്കുന്ന ആളുകളാണ്.
അവരുടെ പിണക്കം മാറ്റിവെക്കാതെ രണ്ടു പേർക്കും റഹ്മാനായ റബ്ബ് പുറത്തു കൊടുക്കൂല. എത്ര വലിയ നഷ്ടമാ സുഹൃത്തുക്കളെ. ദുനിയാവിന്റെ ഇത്തിരി പോകുന്ന നിസ്സാര കാരണങ്ങളുടെ പേര് പറഞ്ഞ് ഈഗോ അടിച്ച് ഒന്ന് താന്നു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കാതെ വീമ്പിളക്കി നെഞ്ചും പിരിച്ച് നടന്നാൽ പരലോകത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ഒരു ഓഫറും ആ മനുഷ്യർക്ക് കിട്ടൂല. രണ്ട് കാര്യം പറഞ്ഞത്, ഒന്ന് അള്ളാഹുവിനോടുള്ള ഹക്ക്, രണ്ട് സൃഷ്ടികളോടുള്ള ഹക്ക്. രണ്ട് ആ പേരോടും നമുക്ക് ചില ഹക്കുകളുണ്ട്. അത് മനോഹരമായി പൂർത്തീകരിച്ച് താഴേണ്ടടുത്ത് താഴ്ന്നും പുറത്തു കൊടുക്കേണ്ടത് പുറത്തു കൊടുത്തും വിട്ടുകൊടുത്തും മാപ്പ് കൊടുത്തും ഒക്കെ എല്ലാവരോടും നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചാൽ ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് വർഷത്തിൽ ഒരിക്കൽ നമുക്ക് നൽകാൻ പോകുന്ന തൗഫീഖ് സഹോദര തടയപ്പെടുകയില്ല. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ ഒരു കാര്യം വളരെ ഗൗരവത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ശഅബാൻ മാസത്തിന്റെ മഹത്വം നമ്മൾ ഉൾക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആരാധനകളുടെ വിഷയത്തിൽ കണിശത പുലർത്തി വിശുദ്ധ റമദാനിലേക്കുള്ള എല്ലാ നിലക്കും മാനസികവും ശാരീരികമായ ഒരുക്കങ്ങൾ നടത്തി അതിന് തടസ്സമാകുന്ന എല്ലാവിധ ചെയ്തികളും വിട്ടുനിന്ന് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാന്റെ റസൂൽ എങ്ങനെ റമദാനിലേക്ക് പ്രവേശിച്ചോ അങ്ങനെ പ്രവേശിക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.